വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ഈശോയിലും ഈശോയെ ഒത്തിരിയേറെ സ്നേഹിച്ചുകൊണ്ട് യേശുവിൻ്റെ വചനങ്ങൾ ലോകത്തോട് പ്രഘോഷിച്ച വിശുദ്ധ അന്തോണീസിലും സ്നേഹം നിറഞ്ഞ സൈജുവച്ച പ്രസാദച്ച സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളിൻ്റെ ആഘോഷത്തിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും. വളരെ പ്രത്യേകമാം വിധം വിശുദ്ധ പത്രോസിൻ്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട്, പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് തിരുസഭ ഇന്നേ ദിനം നമ്മുടെ സന്തോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ഈ നല്ല ദിനത്തിൻ്റെതായ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഏറ്റവും സ്നേഹത്തോടെ പരിശുദ്ധമായ ഈ അൾത്താരയുടെ നിറഞ്ഞ പരിശുദ്ധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. വിശുദ്ധൻ്റെ സ്വർഗീയ മാധ്യസ്ഥവും സാമീപ്യവും നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും നിങ്ങൾ ആയിരിക്കുന്ന എല്ലാ ചുറ്റുപാടുകളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ലോകത്ത് എങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാലും വിശുദ്ധ അന്തോണീസിൻ്റെ പള്ളികളോ കപ്പേളകളോ കാണും. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ആരാധകരുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. തിരുസഭയിൽ വിശുദ്ധന്മാരുടെ നീണ്ട ഒരു പട്ടിക തന്നെ നമുക്കുണ്ടെങ്കിലും അതിലും വളരെ ശ്രേഷ്ഠമായിട്ട് എല്ലാവരാലും സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനോട് നമുക്ക് ഒത്തിരിയേറെ സ്നേഹവും കടപ്പാടുമുണ്ട്, അല്ലേ? ചില്ലറ കാര്യങ്ങളല്ല, ഒത്തിരിയേറെ കാര്യങ്ങളാണ് വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴിയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് വളരെ ചെറിയ 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് പ്രദക്ഷിണത്തിൻ്റെ ദിവസമാണ്. വിശുദ്ധൻ്റെ രൂപവും വഹിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ നാനാജാതി മതസ്ഥരായ മക്കള് നമ്മളെയും കാത്ത് നമ്മളെയും സ്വീകരിച്ചുകൊണ്ട് അവർ നിൽക്കുമ്പോൾ അവരുടെ മുൻപിൽ ഞാനും നീയും പ്രഘോഷിക്കുകയാണ് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനെ. ഈ വിശുദ്ധനെ ഞാനും നീയും പ്രഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ ആരെയാണോ പ്രഘോഷിച്ചത് ആ ഈശോയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പ്രദക്ഷിണത്തിലൂടെ പ്രഘോഷിക്കുന്നത്. ഈശോ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമെല്ലാമാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനത്തിൽ പത്രോസിൻ്റെ ഒരു തിരിച്ചറിവാണ്. യേശു ആരാണെന്ന തിരിച്ചറിവ് പത്രോസ് പറയുകയാണ്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയാണ്. ഇനി വിശുദ്ധ അന്തോണീസ് സ്വന്തം ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച സാഹചര്യങ്ങളിലൊക്കെ യേശുവാണ് എൻ്റെ എല്ലാം, ജീവിക്കുന്ന ദൈവമാണ് എന്ന് അദ്ദേഹം ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് മുൻപേ കടന്നുപോയി. വിശുദ്ധ അന്തോണീസിൻ്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ അതിൽ ശ്രദ്ധേയമായ എന്നെ ആകർഷിച്ച ഒരു വരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പള്ളികളിലെല്ലാം മണികൾ മുഴങ്ങി, സ്വമേധയാ മണികൾ മുഴങ്ങി. അങ്ങനെ ഒത്തിരിയേറെ ആൾക്കാർ ഈ വിശുദ്ധനെ ഒരു നോക്ക് കാണുവാനായിട്ട്, അവസാനമായിട്ടൊന്ന് കാണുവാനായിട്ട് വന്നെത്തുമ്പോൾ ഓരോ മനുഷ്യനും വിളിച്ചു പറഞ്ഞത് ഇപ്രകാരമാണ്, നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരു വിശുദ്ധനെ സ്വർഗം ഇന്ന് സ്വന്തമാക്കിയിരിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരു വിശുദ്ധനെ സ്വർഗം ഇന്ന് സ്വന്തമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നീയുമൊക്കെ മരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുവാനായിട്ട് എന്തെങ്കിലുമൊക്കെ അവശേഷിപ്പിച്ചിട്ട് പോകുവാൻ പറ്റുമോ? ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എന്തെങ്കിലും ഒരു നന്മയുണ്ടോ? ഈ ലോകത്ത് നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കുമായിരിക്കും. പക്ഷേ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ മരണത്തോട് നമ്മൾ അടുക്കുമ്പോൾ എന്നെയും നിന്നെയും കുറിച്ച് നല്ല 2 വർത്തമാനം പറയുവാനായിട്ട് ആരെങ്കിലും ഉണ്ടാകുമോ? ഇന്ന് ചിന്തിക്കണം. ഈ വിശുദ്ധൻ്റെ ജീവിതം ഇന്ന് നമ്മളെ ചോദ്യം ചെയ്യുകയാണ്. നിനക്ക് മരണമുണ്ടാകുമ്പോൾ, നീ ഈ ലോകത്തു നിന്ന് കടന്നു പോകുമ്പോൾ
നിന്നെ പ്രതി നീ ചെയ്ത പ്രവൃത്തികളെ പ്രതി എന്തെങ്കിലും 2 നല്ല വർത്തമാനങ്ങൾ പറയുവാനായിട്ട് നിന്റെ കൂട്ടത്തിൽ ജീവിക്കുന്ന നിന്റെ കൂടപ്പിറപ്പുകൾക്കോ നിന്റെ സഹോദരങ്ങൾക്കോ നിന്റെ അയൽക്കാർക്കോ കഴിയുമോ എന്ന്. ഇനി വിശുദ്ധൻ്റെ അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഴുകാത്ത നാവിന് ഉടമയാണ് വിശുദ്ധ അന്തോനീസ്. അഴുകാത്ത നാവിൻ്റെ ഉടമ. ഒരുപക്ഷെ നമ്മൾ പറയാം, വിശുദ്ധൻ ദൈവവചനം പ്രഘോഷിച്ചത് കൊണ്ടാണ് വിശുദ്ധൻ്റെ നാവ് അഴുകാതിരിക്കുന്നത്. വിശുദ്ധൻ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഈ നാവ് അഴുകാതിരിക്കുന്നത് എന്ന് നമ്മൾ പറയാം. നമ്മളും പ്രാർത്ഥിക്കുന്നില്ലേ? എന്തൊക്കെ പ്രാർത്ഥനകളാണ് പ്രാർത്ഥിച്ചു കൂട്ടുന്നത്? എന്തേറെ പ്രാർത്ഥനകളാണ് ഞാനും നീയും പ്രാർത്ഥിച്ചു കൂട്ടുന്നത്? എന്തേറെ വചനങ്ങളാണ് ഞാനും നീയും പഠിക്കുന്നത്? പക്ഷേ എന്നിട്ടും ഞാനും നിങ്ങളുമൊക്കെ മരിച്ചു പോകുമ്പോൾ നാവല്ല പൊടി പോലും കാണത്തില്ല, പൊടി പോലും ഇല്ല, പൊടി പോലും അവശേഷിപ്പിക്കാതെയാ ഞാനും നീയും ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നത്. ഇന്ന് വിശുദ്ധൻ്റെ ഈ നാവ് അഴുകാതിരിക്കുമ്പോൾ ഈ നാവ് എൻ്റെയും നിൻ്റെയും ഉറക്കം കെടുത്തുന്നുണ്ട്. ശരിയാണ്, ഒത്തിരിയേറെ വചനങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങൾ ലോകത്തോട്, പ്രപഞ്ചത്തോട് വിളിച്ചു പറഞ്ഞവനാണ് ഇല്ലേ? മീനുകളോടും പ്രകൃതിയോടുമൊക്കെ വചനം പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയായിട്ടാണ് വിശുദ്ധ അന്തോനീസിനെ നമ്മൾ കാണുന്നത്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യാക്കോബ് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ ചെറിയൊരു അവയവമായ നാവിനെ കുറിച്ച് യാക്കോബ് ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം നാവിനെ കുറിച്ച് റിസർച്ച് നടത്തിയ, കൂടുതൽ വലിയ പഠനം നടത്തിയിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ ഈ നാവെന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ആലോചിച്ചാണ് യാക്കോബ് ശ്ലീഹ 3-ാം അധ്യായം, അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തെ പറഞ്ഞു വയ്ക്കുകയാണ്, നാവ് തീയാണ്. കണ്ടില്ലേ? നാവ് തീയാണ്, അത് ദുഷ്ടത നിറഞ്ഞതാണ്, അത് മാരക വിഷമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നാവുണ്ട്. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുവാൻ ഇത് നമ്മളെ സഹായിക്കും, ടേസ്റ്റ് മനസ്സിലാക്കുവാനായിട്ട്. പക്ഷേ വേദനിക്കുന്ന ഒരു മനുഷ്യനെ ആ വേദനയിൽ നിന്നും കരകയറ്റുവാനായിട്ട് ഈ നാവിന് സാധിക്കും. ഇനിയും വേദനിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇതേ നാവിന് കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് യാക്കോബ് പറയുന്നത് നാവ് തീയാണ് എന്ന്. എന്നിട്ട് ആ അധ്യായത്തിൽ തന്നെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യൻ എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും മെരുക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യനും സ്വന്തം നാവിനെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. മനുഷ്യന് വലിയ മൃഗങ്ങളെ ഇല്ലേ, ആനയൊക്കെ വളരെ സിമ്പിളാണ്, പുലിയൊക്കെ സിമ്പിളായിട്ട് നമ്മൾ മെരുക്കിയെടുക്കും. പക്ഷേ സ്വന്തം നാവിനെ നിയന്ത്രിക്കുവാനായിട്ട് ഇന്ന് വരെ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ നെഞ്ചിനെ പൊള്ളിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അവസാനം ഒടുവിൽ പറഞ്ഞു വയ്ക്കുകയാണ്, ഒരേ നാവ് കൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു, അതേ നാവ് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട കൂടെ വസിക്കുന്ന മനുഷ്യരെ ശപിക്കുന്നു. ഒരു കുടുംബത്തിലായിക്കൊള്ളട്ടെ, ഒരു സമൂഹത്തിലായിക്കൊള്ളട്ടെ, ഒരു ഇടവകയിലായിക്കൊള്ളട്ടെ, ഇതേ നാവ് കൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയും അതേ നാവ് കൊണ്ട് തന്നെ നമ്മൾ മനുഷ്യനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ്, കൊലപാതകങ്ങളിലെ ഒരു മനുഷ്യനെ കത്തിയെടുത്ത് കുത്തുക. ഒരു പക്ഷേ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ സ്റ്റിച്ചൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ ഒരു മനുഷ്യൻ്റെ ആത്മാവിനേക്കുന്ന മുറിവ് അത് കാണുവാനായിട്ടോ അതിനെ ശമിപ്പിക്കുവാനായിട്ടോ അതിനെ ഉണക്കുവാനായിട്ടോ ആർക്കെങ്കിലും സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മളങ്ങ് പറയുക, ഒരു മനുഷ്യനെ എത്രത്തോളം നശിപ്പിക്കും, വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്ന സ്വഭാവം നമ്മുടെ നാവുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ്, കൊലപാതകമാണ്. നമ്മുടെ നാവുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ മുറിപ്പെടുത്തുക, വേദനിപ്പിക്കുക. ഒരിക്കലും ഉണക്കുവാൻ പറ്റാത്ത മുറിവായിട്ട് അത് അവശേഷിക്കുന്നത് തന്നെ ചെയ്യും.
അതുകൊണ്ട് തന്നെ വിശുദ്ധൻ്റെ നാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒരിക്കലും അഴിയാത്ത നാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നീ മനസ്സിലാക്കുക, എൻ്റെയും നിൻ്റെയും നാവിനെ മെരുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന്. ഇതേ നാവിൽ തന്നെ പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ സ്വീകരിക്കുന്നു. അതിനുശേഷം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇതേ നാവ് കൊണ്ട് തന്നെ എല്ലാവരെയും കുറ്റം പറയുന്നു, അച്ഛനെ കുറ്റം പറയുന്നു, നാട്ടുകാരെ കുറ്റം പറയുന്നു, വീട്ടുകാരെ കുറ്റം പറയുന്നു, കൂട്ടുകാരെ കുറ്റം പറയുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധൻ്റെ നാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ സൗര്യം കെടുത്തുന്നതാണ് ഈ നാവ്. അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, വിശുദ്ധ അന്തോനീസേ, ദൈവത്തിൻ്റെ സ്തുതികൾ പാടി ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ച അങ്ങയുടെ നാവിൻ്റെ കുറച്ചെങ്കിലും നന്മ ഞങ്ങളുടെ നാവിന് നൽകണമേ. ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നവരെ പരിഗണിച്ചുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുവാനായിട്ട്, അവരുടെ വേദനയിൽ ആശ്വസിപ്പിക്കുവാനായിട്ട് ഞങ്ങളെയും സഹായിക്കണമേ എന്ന് നമുക്ക് ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. ഇനി വിശുദ്ധ അന്തോനീസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ലേബലല്ലേ, നമുക്ക് തിരുസഭയിൽ വിശുദ്ധന്മാരുടെ ഒരു വലിയ നീണ്ട പട്ടികയുണ്ടെങ്കിലും അവർക്ക് പ്രത്യേകം വകുപ്പുകൾ അവിടത്തേക്ക് ഇല്ലേ. നമ്മൾ മന്ത്രിസഭ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വനം വകുപ്പ്, പിന്നെ അതുപോലെ തന്നെ ടൂറിസം, അങ്ങനെ പല പല കാര്യങ്ങൾ, വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് ഓരോ മന്ത്രിമാരും ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് തിരുസഭയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധൻ പലതരത്തിലുള്ള വകുപ്പുകളാണ് നോക്കുന്നത്. ക്രിസ്റ്റഫർ, യാത്രക്കാരുടെ മധ്യസ്ഥൻ. ഗീവർഗീസ്, അദ്ദേഹമാണെങ്കിൽ ഇഴജന്തുക്കളിൽ നിന്ന് സംരക്ഷണം, പൈശാചികമായ തിന്മയിൽ നിന്ന് ഇഴജന്തുക്കൾ. സെബസ്ത്യാനോസ്, പഞ്ഞമ്പട, വസന്ത, ഇതേപോലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കണം. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ വിശുദ്ധ അന്തോനീസിനെ നമുക്ക് നൽകിയിരിക്കുന്നത് നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കണം. ഇല്ലേ, നൊവേന നമ്മൾ പറയും, നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നവർക്കും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നവനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുക. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, വിശുദ്ധ അന്തോനീസെ എൻ്റെ പേഴ്സ് കളഞ്ഞുപോയി, തരണേ, എങ്ങനെയെങ്കിലും. എൻ്റെ ഒരു 2 പവൻ്റെ മാല കളഞ്ഞുപോയി, എങ്ങനെയെങ്കിലും കിട്ടിച്ച് റെഡിയാക്കി തരണമേ. നമ്മുടെ പ്രാർത്ഥന ഇതാ, ഇല്ലേ? ഇല്ലെങ്കിൽ എനിക്കൊരു വാഹനം വാങ്ങിക്കണം, തടസ്സങ്ങളെല്ലാം മാറ്റി എനിക്കൊരു വാഹനം കിട്ടണം. നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇതാണ് പറയപ്പെടുന്നത്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, എങ്ങനെയെങ്കിലും കിട്ടും, ഇല്ലേ? നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ട് കിട്ടും. ഞാനും നീയും പ്രാർത്ഥിക്കുന്നത് കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ ഇതിനു വേണ്ടിയിട്ടാണോ ഞാനും നീയും പ്രാർത്ഥിക്കേണ്ടത്? ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാനും നീയും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി എന്തുകൊണ്ടാണ് വിശുദ്ധ അന്തോനീസ് നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം സെമിനാരിയിലെ പ്രൊഫസറായിരുന്നു, സങ്കീർത്തനങ്ങളെ കൂടുതൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ബൈബിള്, സങ്കീർത്തന പുസ്തകം. ഒരിക്കൽ ഈ സങ്കീർത്തന പുസ്തകം നഷ്ടപ്പെട്ടു പോയി. ഈ നഷ്ടപ്പെട്ടു പോകുന്നതേ ഈ പ്രൊഫസർമാർക്ക് അറിയത്തുള്ളൂ എൻ്റെ ബുദ്ധിമുട്ട്. കാരണം ഈ പ്രൊഫസർമാരുടെ പുസ്തകം നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ ഒരു വരിയുടെ അടിയിൽ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കൂടുതൽ, അടുത്ത് ഏത് പുസ്തകം വായിക്കേണ്ടത്, ഇങ്ങനെ ഇവരെല്ലാം കുരുരാന്ന് എഴുതി വെക്കും. അവർക്ക് മാത്രമേ വായിക്കാൻ പറ്റത്തുള്ളൂ, അതേപോലെ എഴുതി വെക്കും. അങ്ങനെ ഒത്തിരിയേറെ നോട്ടുകൾ അടങ്ങിയ ഈ സങ്കീർത്തന പുസ്തകമാണ് നഷ്ടപ്പെട്ടു പോയത്. ഈ പ്രൊഫസറായ വിശുദ്ധ അന്തോനീസിന് സങ്കടമായി, നഷ്ടപ്പെട്ടു പോയി. ഇനി ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അങ്ങനെ സങ്കടമായി. പക്ഷേ അതിനേക്കാളും സങ്കടമായ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ പുസ്തകം അടിച്ചുകൊണ്ട് പോയിരിക്കുന്നവൻ ഒരു സെമിനാരിക്കാരനാണ്, നാളെ അച്ഛനാകാനുള്ളവനാണ്, സെമിനാരിക്കാരനാണ് ഈ സങ്കീർത്തനം പുസ്തകം അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഈ വ്യക്തി പോയതിലുള്ള സങ്കടം അതിനേക്കാട്ടിലും. അങ്ങനെ വിശുദ്ധ അന്തോനീസ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് എങ്ങനെയെങ്കിലും ആ പുസ്തകം കിട്ടണം. അതിനേക്കാട്ടിലും അപ്പുറമായിട്ട് ഇദ്ദേഹം തിരിച്ച് സെമിനാരിയിൽ വരണം. അതായിരുന്നു വിശുദ്ധൻ്റെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, വിശുദ്ധൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ സങ്കീർത്തന പുസ്തകം വിശുദ്ധന് കിട്ടി എന്ന് മാത്രമല്ല, സങ്കീർത്തന പുസ്തകവുമായിട്ട് മുങ്ങിയ വൈദിക വിദ്യാർത്ഥി വീണ്ടും തിരികെ സെമിനാരിയിലേക്ക് കടന്നു വരുവാനും പഠിക്കുവാനും തുടങ്ങി. അങ്ങനെയാണ് നഷ്ടപ്പെട്ട വസ്തുക്കളെ കണ്ടെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് എല്ലാവരും, ലോകം മുഴുവനും ഇദ്ദേഹത്തെ കാണുവാൻ തുടങ്ങിയത്. ഇനി ഈ നഷ്ടപ്പെടലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 3 തരത്തിലുള്ള നഷ്ടപ്പെടലുകളെയാണ് നമ്മുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത്. ഒന്നാമത് കാണാതായ ആടിനെ കുറിച്ച്. കാണാതായ ആടിനെ കാണാതായി. അത് ആലയ്ക്ക് പുറത്ത് വെച്ച് എവിടെയോ ആടിനെ നഷ്ടമായി. ഉടനെ അതിനെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു മനുഷ്യൻ, അന്വേഷിച്ചിറങ്ങുന്ന മനുഷ്യൻ നമുക്ക് നല്ലിടയനെന്ന് വിളിക്കാം. അന്വേഷിക്കുന്നു, അതിനെ കണ്ടെത്തുമ്പോൾ
കൂടുതൽ സന്തോഷമുണ്ടാകും. രണ്ടാമതായിട്ട്, കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ. നഷ്ടപ്പെട്ടു പോയ നാണയം. ഈ നാണയം നഷ്ടപ്പെടുമ്പോൾ ഈ സ്ത്രീ അതീവ ഗൗരവത്തോടെ ആ റൂമെല്ലാം അടിച്ചു വരികയാണ്. ഈ നാണയം നഷ്ടമായിരിക്കുന്നത് സ്വന്തം വീടിനുള്ളിലാണ് ഈ നാണയം നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ തൂത്തുവാരുന്നതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഈ സ്ത്രീ ആ നാണയം കണ്ടുകിട്ടുമ്പോൾ ആ സ്ത്രീക്ക് അതീവ സന്തോഷമുണ്ടാകുന്നു. അടുത്തത് ധൂർത്തപുത്രൻ. ഈ ധൂർത്തപുത്രൻ എന്ന് പറയേണ്ടതേ മക്കള്, നഷ്ടപ്പെട്ടു പോയ മകൻ. ആ മകനും ഭവനത്തിലായിരുന്നു, അവൻ നഷ്ടപ്പെട്ടു പോയി. അവനെ വീണ്ടും കിട്ടുമ്പോൾ സന്തോഷിക്കുന്ന ഒരു അപ്പൻ്റെ മായാത്ത ചിത്രം. പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള നഷ്ടപ്പെടലുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്താണെന്ന്? എനിക്ക് കാറ് വാങ്ങണം, എൻ്റെ നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണമാല കിട്ടണം. ഇനി വിദ്യാർത്ഥികളാണെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കണേ അന്തോനീസേ, 1 പാക്കറ്റോ 2 പാക്കറ്റോ മെഴുകുതിരി കത്തിച്ചേക്കാം, എന്ത് വെള്ളം ചെയ്യേക്കാം. ഇതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, വളരെ നിസ്സാരപ്പെട്ട കാര്യത്തിന് വേണ്ടി ഞാനും നീയും പ്രാർത്ഥിക്കരുത്. നിങ്ങളിപ്പം പറയുക, അച്ഛൻ ഇതൊക്കെ നിസ്സാരം, ഞങ്ങൾക്ക് ഇതൊക്കെ പ്രശ്നമുള്ള കാര്യമാണ്. അല്ല, എല്ലാവരുടെയും മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ അറിയാം അച്ഛൻ ഇത് നിസ്സാരപ്പെട്ട കാര്യമാണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ 2 പവൻ്റെ മാല നഷ്ടപ്പെട്ടു പോയി കിട്ടണ്ടേ? പ്രിയപ്പെട്ടവരെ, നിസ്സാരപ്പെട്ട കാര്യത്തിന് വേണ്ടി ഞാനും നീയും പ്രാർത്ഥിക്കരുത്. നിസ്സാരപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ എനിക്കും നിനക്കും നഷ്ടപ്പെട്ടു പോകുന്നത് മാലയോ വീടോ കാറോ ഒന്നും അല്ല. നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കൾ, നിന്റെ മാതാപിതാക്കൾ, നിന്റെ സഹോദരങ്ങൾ നിനക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും നീങ്ങിക്കൊണ്ട് ജീവിക്കുന്നത്. നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നിന്റെ ജീവിത പങ്കാളി. പ്രാർത്ഥിക്കാറുണ്ടോ? വിശുദ്ധന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. വിശുദ്ധ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ കുടുംബ ജീവിതത്തിൽ അതീവ വിശ്വസ്തയോടുകൂടെ ജീവിക്കുവാനായിട്ട്, ഒരുമയോടെ ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് നീ പ്രാർത്ഥിക്കാറുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള തിന്മകൾക്ക് അടിമപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി നീ കരയാറുണ്ടോ? വിശുദ്ധന്റെ മുൻപിൽ നിന്ന് പറയണം, വിശുദ്ധ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മകൻ, എൻ്റെ മകൾ, ഇതിനെ നീ കാത്തുകൊള്ളണമേ. നിന്റെ കൈകളിൽ തരുക. ഒരാപത്തും വരുത്താതെ, ഒരു പ്രശ്നങ്ങളിലും ചെന്ന് ചാടാതെ നീ കാത്തു സംരക്ഷിക്കണമേ. നഷ്ടപ്പെട്ടു പോകുന്ന നിന്റെ വിശ്വാസം. വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തിനുണ്ട്? നഷ്ടപ്പെട്ടു പോകുന്ന നിന്റെ വിശ്വാസം. ഇന്നത്തെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാ. ഈ വിശ്വാസത്തിന് വേണ്ടി വിശുദ്ധന്റെ മുൻപിൽ നീ പ്രാർത്ഥിക്കാറുണ്ടോ? ഹൃദയം നൊന്ന് നീ പ്രാർത്ഥിക്കാറുണ്ടോ? ഇതാണ് പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഭൗതികമായ വസ്തുക്കൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് എന്നെയും നിന്നെയും ശക്തിപ്പെടുത്തുന്ന, എൻ്റെയും നിൻ്റെയും കുടുംബജീവിതത്തിന് മാറ്റുകൂട്ടുന്ന, ദൈവസന്നിധിയിൽ ഒരുമിപ്പിക്കുന്ന വിശ്വാസത്തിനും സ്നേഹത്തിനും ഐക്യത്തിനും വേണ്ടി ഞാനും നീയും പ്രാർത്ഥിക്കണം. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ ഇടവക ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ ദേവാലയം തിരുഹൃദയ ദേവാലയമാണെങ്കിലും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ അന്തോനീസ. എനിക്ക് പണ്ട് തൊട്ടേ കൗതുകമാണ്. ഞാൻ പണ്ട് ചെറുപ്പം തൊട്ടേ ഞാനിങ്ങനെ പോയി നോക്കി, ഇതൊരു നല്ല ചില്ലുംകൂട്ടിലാണ് ഈ വിശുദ്ധ നിൽക്കുന്നത്. ഞാനെപ്പോഴും നോക്കി, ഈ അച്ഛൻ്റെ കയ്യിലൊരു കുട്ടിയുണ്ടല്ലോ. യോസേപ്പിതാവിൻ്റെ കയ്യിൽ ഉണ്ണീശോയുണ്ട്, സമ്മതിച്ചു, അപ്പനും മോനും. ഈ അച്ഛൻ്റെ കയ്യിലൊരു കുട്ടിയുണ്ടല്ലോ, ഇത് ഏതാ? ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. ഓരോ ദിവസവും അതിൻ്റെ മുന്നിൽ പോയിട്ട് ഞാൻ ഇത് മാത്രം, വേറെ ചെറിയ പ്രായമല്ലേ, പിന്നെ വലുതായി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതാണ് അന്തോനീസ് പുണ്യാളനെന്ന് മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. നമ്മൾ വിശുദ്ധനെ വരുന്നു, ഉമ്മ വെക്കുന്നു, നേർച്ചയിടുന്നു, പോകുന്നു. പക്ഷേ വിശുദ്ധൻ്റെ കയ്യിലുള്ള ഉണ്ണി ഈശോയെ ഞാനും നീയും ശ്രദ്ധിക്കാറുണ്ടോ? വിശുദ്ധനെ ഈ ഉണ്ണീശോ ഒക്കത്ത് വെച്ചോണ്ട്, എടാ മോനെ, പണത്തിന് വേണ്ടിയിട്ടോ നിനക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടല്ല നീ പ്രാർത്ഥിക്കേണ്ടതേ, ഈ ഉണ്ണീനെ കൊണ്ടുപോടാ എന്ന് പറഞ്ഞോണ്ടാ വിശുദ്ധൻ നിൽക്കുന്നേ. എൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണി ഈശോയെ നീ കാണുന്നില്ലേ, ഈ ഈശോയെ കൊണ്ട് നീ പോടാ എന്നാ വിശുദ്ധൻ പറയുന്നേ. നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം. ഉണ്ണീശോ അല്ലേ, ചെറുപ്പമല്ലേ, അവിടെ ഇരുന്നോട്ടെന്ന് വയ്ക്കും. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധൻ നിന്നോടും പറയുകയാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈശോയെ നീ സ്വന്തമാക്കണം. നിനക്ക് വേണ്ടി എടുത്തു പിടിച്ചേക്കുക, നിനക്ക് തരാനായിട്ട്. നീ പ്രാർത്ഥിച്ചാൽ മതി, ഈ ഈശോയെ നിനക്ക് തരാം.
നീ കൊണ്ടുപോക്കോ ഈശോയെ. ഇവിടെ ഈശോയൊന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് സ്വർണ്ണമാലയും പിന്നെ കുറച്ച് സ്ഥലവും കാറും ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പരീക്ഷയ്ക്ക് ജയിക്കണം, നല്ല കാര്യം. പ്രിയപ്പെട്ടവരെ, ഈശോയെ സ്വന്തമാക്കുവാൻ, ഈശോയെ സ്വന്തമാക്കിയവൻ, നെഞ്ചോട് ചേർത്ത് നിർത്തിയവനാണ് വിശുദ്ധ അന്തോനീസ്. ഞാനും നീയും ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഈ ആലയത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ, തിരികെ നിന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഈശോയെ സ്വന്തമാക്കിക്കൊണ്ട് പോകണം. ഈശോയെ സ്വന്തമാക്കിയാൽ നീ ഭൗതികമായ കാര്യത്തിന് വേണ്ടി കരയത്തില്ല, ഭൗതികമായ കാര്യത്തിന് വേണ്ടി നീ വിലപിക്കത്തില്ല. കാരണം നിന്നെ ശക്തിപ്പെടുത്തുന്ന, നിന്റെ കൂടെയുള്ള, നിന്നെ വഴി നടത്തുന്ന നിന്റെ ദൈവത്തെയും കൊണ്ടാണ് നിന്റെ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും നീ ഇറങ്ങിച്ചെല്ലുന്നത്. അവിടെ ഈശോ അത്ഭുതം സൃഷ്ടിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാളിൻ്റെതായ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.